ഇന്നൊരു ചെറിയ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗാണ്. വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ സ്റ്റഡി ഏരിയ ഒന്ന് ഞാൻ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ സ്റ്റഡി ഏരിയ. ഇനി നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഇതുപോലൊരു ചെറിയ ബുക്കിൻ്റെ അകത്ത് എന്തൊക്കെ പഠിക്കണമെന്ന് എഴുതി വെക്കുന്നുണ്ട്. മാത്സും അതുപോലെ തന്നെ ഫിസിക്സും ബയോളജിയാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യം തന്നെ മാത്സ് ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാ പ്രോബ്ലംസും ഒന്ന് നല്ല രീതിയിൽ ചെയ്ത് പഠിക്കും. ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മാജിക് സ്ലേറ്റാണിത്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് വാങ്ങി നോക്കും. നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. PSC ആസ്പിറൻറ്റിന് ഉപകാരപ്പെടുന്ന ഒരു കമൻറ്റ് വന്നിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കമൻറ്റ് ഇങ്ങനെയായിരുന്നു: വലിയ ടോപ്പിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് പഠിച്ചു തീർക്കുക എന്നുള്ളൊരു ടിപ്പ് പറഞ്ഞു തരാമോ എന്ന്. വലിയ ടോപ്പിക്കൊന്നും കണ്ടാൽ പേടിക്കേണ്ട. ഇങ്ങനെ പഠിച്ചാൽ വേഗം നമുക്ക് ടോപ്പിക്കൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റും. പല PSC ആസ്പിറൻറ്റിൻ്റെയും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഒരു വലിയ ടോപ്പിക്ക് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങാതെ മാറ്റിവെക്കുക. പക്ഷേ ചെറിയൊരു മാറ്റം വരുത്തിയാൽ വലിയ ടോപ്പിക്ക് പോലും എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ആദ്യം തന്നെ മുഴുവൻ ടോപ്പിക്കും ഒരുമിച്ച് പഠിക്കരുത്. അത് ചെറിയ ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ട് പഠിക്കുക. എക്സാമ്പിൾ 10 സബ് ടോപ്പിക് ഉണ്ടെങ്കിൽ ഇന്ന് രണ്ടെണ്ണം മാത്രം പഠിക്കുക എന്ന് തീരുമാനിക്കണം. രണ്ടാമത്തത്, പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ ടോപ്പിക്കിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ ഹെഡിങ് ഒന്ന് നോക്കി വെക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പഠിക്കാനുള്ളതെന്ന് വ്യക്തത കിട്ടും. മൂന്നാമത്തത്, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഒരു 20-25 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. ഇങ്ങനെ പഠിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ നിൽക്കും. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ സബ് ടോപ്പിക്ക് കഴിഞ്ഞാലും 2 വരിയിൽ സ്വന്തം ഭാഷയിൽ എഴുതിയോ പറഞ്ഞോ റിവൈസ് ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഓർമ്മശക്തി കൂട്ടാൻ നല്ല രീതിയിൽ സഹായിക്കും. അഞ്ചാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ദിവസം അവസാനിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് ഒരു 10 PYQ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കണം. പഠിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ നല്ല രീതിയിൽ ഉറപ്പാക്കാൻ കഴിയും. വലിയ ടോപ്പിക്ക് എന്നൊന്നും ഇല്ല. ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പഠിച്ചാൽ ഏത് ടോപ്പിക്കും എളുപ്പത്തിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഈ ഒരു 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വലിയ ടോപ്പിക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാനും നല്ല രീതിയിൽ ഓർമ്മ കിട്ടാനും സഹായിക്കും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പഠിച്ചു നോക്കൂ. അതിൻ്റെ റിസൾട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെയുള്ള ഡൗട്ട്സും കാര്യങ്ങളും ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു മടിയൊക്കെ വന്നപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് മാത്രം വായിക്കാൻ വിചാരിച്ചിരുന്നതാണ്. അതൊരു 2-2.25 മണിക്കൂർ വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് നല്ല രീതിയിൽ തന്നെ ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് പഠിക്കുന്നുണ്ട്. ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്കെയിലൊക്കെ വെച്ച് പഠിക്കുന്നത്. ഓരോ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ എഴുതി വെച്ച ലിസ്റ്റിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ സൈഡിൽ വെച്ച് ഇടയ്ക്ക് അതൊക്കെ ഒന്ന് കഴിച്ച് അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഒരു ടോപ്പിക്ക് ഇന്ന് പഠിച്ച് തീർക്കണം വിചാരിച്ചിട്ടുണ്ട്. ആ ടോപ്പിക്കുകളാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്കുകളാണുള്ളത്. ആ ടോപ്പിക്കെല്ലാം ഞാൻ പഠിച്ച് തീർക്കുന്നുണ്ട്. പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ എഴുതിയും പഠിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് എഴുതി നല്ല രീതിയിലൊന്ന് പഠിക്കും. അതെനിക്ക് നല്ല രീതിയിൽ ഓർമ്മശക്തി കിട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതി പഠിക്കുമ്പോൾ എനിക്കിങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കാനും അതുപോലെ തന്നെ ഒരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നത് പോലെ പഠിക്കാനും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം വിചാരിച്ചു, യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലോ എന്ന്. ഞാനിപ്പോൾ വിചാരിച്ചിട്ടുള്ളത്, ഒരു വീക്കിൽ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു 3 വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യണം എന്നൊക്കെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാവും. ഒരു ടോപ്പിക്കിൻ്റെ കുറേ കാര്യങ്ങൾ സബ് ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകാനും അതുപോലെ തന്നെ ക്ലാസ്സുകളായിട്ട് എടുക്കുമ്പോൾ എനിക്ക് പഠിക്കാനും സഹായിക്കും. ഒരു വീക്കിൽ 3 വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതും ഒരു ടോപ്പിക് എടുത്ത് അതിൻ്റെ സബ് ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. ടോപ്പിക്ക് എനിക്ക് പഠിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും നല്ല രീതിയിൽ സഹായിക്കും. അതിൻ്റെ ഒപ്പം തന്നെ SCRT, PYQ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സൺഡേ നമ്മൾ ഇതിൻ്റെ റിവിഷൻ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ടോപ്പിക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാനും പറ്റും. ഞാനും PSC പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്ക് വേണമെന്നോ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അതിനനുസരിച്ച് ക്ലാസ്സുകളൊക്കെ ഞാനും ചെയ്യുന്നതാണ്. ഇതുപോലത്തെ PSC റിലേറ്റഡ് വീഡിയോസിനും സ്റ്റഡി ടിപ്സിനും അതുപോലെ തന്നെ സ്റ്റഡി വ്ളോഗ്സിനും എങ്ങനെയൊക്കെ PSCയിൽ നല്ല റാങ്ക് വാങ്ങാമെന്നോ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് അതുപോലെയൊക്കെ ഒന്ന് സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ടൊന്ന് പഠിച്ചു നോക്കൂ. ഞാനിതിൽ പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ യൂസ്ഫുൾ ആവുന്ന കുറച്ച് കമ്മ്യൂണിറ്റി പോസ്റ്റും കമ്മ്യൂണിറ്റി പോളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.